12 റെയ്ഡ് നടക്കുന്നു. 60ഓളം ഉദ്യോഗസ്ഥർ, കൊച്ചിയിൽ നിന്നുള്ള 60ഓളം ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ റെയ്ഡിന് നേതൃത്വം നൽകുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ. കള്ളപ്പണ ചൂതാട്ട വിരുദ്ധ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിക്കാരിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ അനന്തകുമാർ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ എപ്പോഴാണ് കേസ് പരിഗണിക്കുന്നത്? എന്താണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനന്തകുമാർ പറയുന്നത്? കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് 2-3 തവണ കോടതി കേസെടുത്തിരുന്നു. ഇന്ന് അതിൻ്റെ മുകളിൽ ഒരു വിധി പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആനന്ദകുമാറിൻ്റെ പ്രധാനപ്പെട്ട വാദം, ആനന്ദകുമാർ ഈ തട്ടിപ്പിൻ്റെ ഭാഗമല്ല, അനന്തകൃഷ്ണൻ ആനന്ദകുമാറിനെ കൂടി പറ്റിക്കുകയായിരുന്നു. സായി ഗ്രാമം എന്നു പേരുള്ള വർഷങ്ങൾ നീണ്ട പ്രവർത്തന പരിചയമുള്ള ഒരു NGOയെ കൂടി ഈ തട്ടിപ്പിൻ്റെ ഭാഗമാക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ ചെയ്തത്. അത് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ ആനന്ദകുമാറിന് കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും അവസാനം അത് മനസ്സിലാക്കി ഏതാണ്ട് 2024 മാർച്ച് മാസം ഇതിനെക്കുറിച്ച് ഇതൊരു നേരായ രീതിയിൽ പോകുന്ന സംവിധാനമല്ല എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് NGO കോൺഫെഡറേഷൻ എന്ന ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംഘടനയിൽ നിന്ന് രാജിവെക്കുകയും ഒപ്പം താൻ വഴി ഈ സംഘടനയുടെ ഭാഗമായ NGOകളോട് ഈ സംഘടന ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ല, അതിൽ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നതാണ് ആനന്ദകുമാർ കോടതിയിൽ പ്രധാനമായും വാദിച്ചത്. കഴിഞ്ഞ ദിവസം കോടതി കേസെടുത്ത സമയത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആനന്ദകുമാറിനെതിരെ പരാതികളുണ്ട്, FIRൽ പ്രതിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ജാമ്യം കൊടുക്കരുത് എന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. അതേ തുടർന്നാണ് ഇന്ന് വിശദമായ ഒരു വാദത്തിലേക്ക് മാറ്റിയത്. അല്പസമയത്തിനകം കോടതി അതിന്മേൽ ഒരു വിധി പറയും എന്ന് മനസ്സിലാക്കുന്നു. തോന്നക്കല്ലെ സായി ഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓഫീസിലും ഇപ്പോൾ EDയുടെ റെയ്ഡ് നടക്കുകയാണ്. ഏതാണ്ട് 25 ഏക്കറോളം വരുന്ന ഓഫീസിനകത്താണ് റെയ്ഡ് നടക്കുന്നത്. അതിനകത്തേക്ക് മാധ്യമങ്ങളടക്കം ആർക്കും പ്രവേശനമില്ല, ഗേറ്റിൽ തടയുകയാണ്. അതിൻ്റെ മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് കയറാൻ പറ്റുമോ എന്ന് ശ്രമം നടക്കുമ്പോൾ അവിടെയും അകത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. 5 ഉദ്യോഗസ്ഥരാണുള്ളത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ 3 ഉദ്യോഗസ്ഥരും ബാങ്കിൻ്റെ 2 സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ 2 ഉദ്യോഗസ്ഥരുമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. പോലീസിന് ഒന്നും വിവരം നൽകാതെ അതീവ രഹസ്യമായാണ് ED ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് കയറി ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്.